പരിപാടി എല്ലാവർക്കും സുഖമല്ലേ? സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാം കിട്ടുന്ന ഇഷ്ടപ്പെടാത്ത ആരാണല്ലേ ഉള്ളത്? അനക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആരെങ്കിലും സർപ്രൈസ് എല്ലാം തരുന്നത്. അതുപോലെ നമ്മൾ ഇന്ന് സെറ്റാക്കാൻ പോകുന്നത് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഹാമ്പറാണ്. ഇത് ഞാൻ പുറത്തുനിന്നൊന്നും എടുത്ത ഓർഡർ ഒന്നുമല്ല, എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ പിങ്കി ചേച്ചീൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ടിങ്കുവിൻ്റെ വകയാണ് ഗിഫ്റ്റ്. ഈ പിങ്കി ടിങ്കു എന്ന് പറയുന്നത് എൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ പിങ്കി ചേച്ചി ദുബൈയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുത്തേക്കാൻ. ടിങ്കു ആണെങ്കിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടി സെറ്റാക്കുന്ന ഒരു ഹാമ്പറാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ടാണ് സാധനങ്ങളെല്ലാം വാങ്ങി ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് വാങ്ങാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, ഹാമ്പറിൻ്റെ ഉള്ളിൽ വെക്കാൻ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെക്കാൻ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഓരോരാൾക്കിപ്പോൾ ഓരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് ഡ്രസ്സ് വെക്കാമെന്നാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രെൻഡ്സിലാണ് പോയത്. കുറേ അടിപൊളി ടോപ്പെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ എനിക്കാണെങ്കിലോ ട്രെൻഡ്സിലെത്തിയ സമയത്ത് എനിക്ക് ഡ്രസ്സ് എടുക്കാനുള്ള ത്വരയായിരുന്നു. ഞാൻ എൻ്റെ സെക്ഷനിൽ പോയിട്ട് എൻ്റെ അളവിലുള്ളതാണ് നോക്കിയത്. അങ്ങനെ കുറേ തപ്പി ഈ ഒരു ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏച്ചിക്ക് ഇത് നല്ല രസം ഉണ്ടാവും എന്ന് തോന്നി. ഏച്ചി നല്ലോണം ക്രോപ്പ് ടോപ്പൊന്നും ഇടുന്ന ഒരാളല്ല. അപ്പോൾ ആ ഒരു ഷർട്ട് അവൾക്ക് നല്ല സ്യൂട്ടാവും എന്ന് തോന്നിയിട്ട് അതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി ഏട്ടനെ എടുക്കണമല്ലോ. എനിക്ക് അല്ലെങ്കിലും ബോയ്സിൻ്റെ ഡ്രസ്സ് എടുക്കൽ ഭയങ്കര സീനുള്ള ഒരു കാര്യമാണ്. പക്ഷെ എടുത്തല്ലേ പറ്റൂ. അങ്ങനെ ഞാൻ ബോയ്സിൻ്റെ സെക്ഷനിൽ പോയി ടിങ്കുവിനെ കുറേ വീഡിയോ കോളാക്കി കുറേ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് ഒരു ഏകദേശം രണ്ടാക്കും സെയിം കളർ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഷർട്ട് തന്നെ രണ്ടാക്കും എടുത്ത് ഒരുവിധം ഡ്രസ്സ് എടുക്കൽ പരിപാടിയെല്ലാം തീർത്ത് ഞാൻ നേരെ വിട്ടത് ക്രാഫ്റ്റ് ഷോപ്പിലേക്കാണ്. കാരണം ഹാമ്പർ ബോക്സ് വാങ്ങാനുണ്ട്. അങ്ങനെയാണെങ്കിലും നല്ല അടിപൊളി കിടിലം വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടംപോലെ ഹാമ്പർ ബോക്സ് ഉണ്ട്, പല കളറിൽ പല വിധത്തിൽ. ഹാമ്പർ ബോക്സ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ ആക്കാൻ കഴിയും. പക്ഷേ എനിക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ല ഗൈസ്, ടൈമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഒരു ദിവസം കൊണ്ട് സെറ്റാക്കിയതാണെന്ന്. അതുകൊണ്ട് ഞാൻ ഹാമ്പർ ബോക്സ് വാങ്ങുകയാണ് ചെയ്തത്. ആഡ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാഞ്ഞങ്ങാടുള്ള ഒരു ഷോപ്പാണ് ഇത്. ഈ ചൂട് കാലത്തിൽ ഇങ്ങനെ ഓരോ ഷോപ്പിലെല്ലാം കയറുന്ന സമയത്ത് ആകെയുള്ള ഒരു ആശ്വാസം എന്താണെന്ന് പറയുക, കുറച്ച് സമയമെങ്കിലും AC കൊള്ളാമെന്നുള്ളതാണ്. അതൊരു വല്ലാത്ത സുഖമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. പിന്നെ ഞാൻ ആടെ ഇങ്ങനെ ചുറ്റും നടന്ന് കുറേ ഗിഫ്റ്റുകളെല്ലാം നോക്കി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഓരോന്നെല്ലാം കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിയാലോ എന്ന് തോന്നും. പക്ഷെ ഞാൻ അവിടെ വേണ്ട, എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചിട്ട് ഞാൻ തന്നെ അവിടെ തിരിച്ചു വെക്കും. അങ്ങനെ ഏകദേശം എല്ലാം വാങ്ങി എന്ന് വിചാരിച്ച് നടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാൻ ഫ്ലവർ വാങ്ങിയിട്ടില്ല. അങ്ങനെ അവരുടെ ഡ്രസ്സ് ഓൾറെഡി പച്ചയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ പച്ചയും വെള്ളയും പൂവും കൂടി എടുത്ത് കൈമ പിടിച്ച് പിന്നെ ഒരു ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിനി. ബാറ്ററി ലൈറ്റാണ് വാങ്ങിയത്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലെല്ലാം ചെയ്ത് ആടെ ഞാൻ ഇറങ്ങി. ഇനി വീട്ടിൽ പോയിട്ട് ചടപടാന്ന് എനിക്ക് കാര്യങ്ങളെല്ലാം ആക്കണം. ഇതുപോലെ ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി പ്രിൻ്റ് എടുത്തിന്. കാരണം പെട്ടെന്ന് എനിക്ക് തോന്നി റിംഗ് ആൽബം ആക്കാമെന്ന്. അങ്ങനെ പ്ലെയിൻ ആയിട്ട് വിടേണ്ട, എന്തെങ്കിലും ഒരു റിംഗ് ആൽബം കൂടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതെടുത്തിന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ വലിയ ഐഡിയയും പ്ലാനൊന്നുമില്ല. ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങിയതിനെത്ര, ഞാൻ പിച്ച വെച്ച് തുടങ്ങിയതിനെത്ര ഗൈസ് ഈ ഒരു ഫീൽഡിൽ. ഞാൻ എൻ്റെ ഫാമിലീൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് തന്നെയാണ് ആക്കി കൊടുക്കൽ. പക്ഷേ ഈ ഒരു ഹാമ്പർ ആക്കിയപ്പോൾ എനിക്കൊരു കുറച്ച് കോൺഫിഡൻസ് ഉണ്ട് വേറെ പുറത്തുള്ള ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള. അങ്ങനെയല്ലേ പഠിക്കല്. ഞാൻ പഠിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിയത്. റിബൺ വാങ്ങിന്, പിന്നെ ഇതുപോലെ ബാറ്ററീൻ്റെ ഒരു ലൈറ്റ് വാങ്ങിന്. ആ ഒരു ചരട് എന്തിനാ വാങ്ങിയത് എനിക്കെന്നെ അറിയില്ല. എനിക്കൊരു പ്ലാനെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല, ടൈമില്ലേനുമല്ലോ. ഇനിയാണ് ഗായ്സ് പരിപാടി. ഇനി ഈ സാധനങ്ങളെല്ലാം കുത്തിക്കേറ്റ് ഞാൻ ഇനി ഹാമ്പറിനുള്ളിൽ വെച്ച് സെറ്റപ്പാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഫോട്ടോസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് അങ്ങനെ കട്ടിങ് മെഷീനൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്ര എൻ്റെ അടുത്ത് കാര്യമായ ഐറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ തട്ടിക്കൂട്ടി ആക്കൽ തന്നെ. കട്ട് ചെയ്യുമ്പോൾ എൻ്റെ മുഖത്ത് പല ഭാവങ്ങൾ വരും. ഞാൻ പണ്ട് എഴുതുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കളിയാക്കലുണ്ടായിരുന്നു, നീ എന്തിനടി എഴുതുമ്പോൾ മുഖത്ത് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് എല്ലാം വരുന്നതെന്ന് വെച്ചിട്ട്. എന്ത് ചെയ്യാനാ ഗൈസ്, അങ്ങനെ വരും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴും മുറിക്കുമ്പോൾ പല ഭാവങ്ങൾ വരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കാണണ്ട. അപ്പോൾ മുറിച്ച ശേഷം നമുക്ക് കാണാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസും ഞാൻ ഇതിൽ കൊടുത്ത രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിന്. ഇനി നമുക്കിതിന് ഞാൻ ഒരു കുഞ്ഞ് റിങ്ങും കൂടി വാങ്ങിനെ. 10 രൂപയേ ഉള്ളൂ ഈ ഒരു റിങ്ങിന്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇനി സെറ്റപ്പ് ആക്കി കൊടുക്കണം. എന്നാൽ ഇനിയും ടെസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് കാര്യമായ സാധനങ്ങളൊന്നും ഇല്ലാതെ. ഞാൻ വലിയ കാര്യത്തിൽ റിംഗ് ആൽബം ആക്കാൻ പ്ലാൻ ഇട്ടിരുന്നു. പക്ഷേ റിംഗ് ആൽബത്തിൻ്റെ ആ ഹോൾ ഇട്ട് കൊടുക്കുന്ന സാധനം ഇല്ലേ, അതിനെന്താ പറയാന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ആ ഒട്ടയാക്കി കൊടുക്കുന്ന സാധനം എൻ്റെ അടുത്തില്ല ഗായ്സ്. ഇനി എന്ത് ചെയ്യുന്നതിന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. പക്ഷെ എന്തെങ്കിലും എല്ലാം ആക്കും. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എന്തെങ്കിലും ഐഡിയാസ് എല്ലാം ഉദിച്ച് വരും. അപ്പോൾ ഞാനങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഡ്രസ്സ് ഞാൻ ഇതുപോലെ റോൾ ചെയ്തിട്ട് ആ റിബൺ കൊണ്ട് കെട്ടി വെക്കുകയാണ് ചെയ്തത്. എന്നാലേ കുറച്ചും കൂടി സ്ഥലം ഉണ്ടാവുള്ളൂ. മറ്റേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഡ്രസ്സ് ഞാൻ ആ രീതിയിൽ സെറ്റപ്പ് ആക്കി കൊടുത്തിട്ട് പിന്നെ മുകളിൽ ഞാനൊരു ഫോട്ടോ ഇതുപോലെ ഹാപ്പി ഫസ്റ്റ് ആനിവേഴ്സറി എന്ന് എഴുതിയിട്ട് അവരെ ഫോട്ടോ വെച്ച് കൊടുത്തിന്. അതിന് ശേഷം ഇനി ഫ്ലവർ വെച്ച് കൊടുക്കാനും ചോക്ലേറ്റ് വെക്കാനും പിന്നെ ആ ഒരു റിംഗ് ആൽബം കൂടി ഉണ്ടല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അടിയിൽ പേപ്പർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു ഹൈറ്റ് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ തെർമോക്കോളിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് ആ ഒരു സൈസിന് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഫ്ലവർ സെറ്റാക്കി കൊടുക്കണം. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫ്ലവർ എന്തായാലും ഇളകി പോകും. നമ്മൾ നോർമലി വെച്ച് കഴിഞ്ഞാൽ കൊടുത്തയക്കേണ്ട സാധനം ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ ഈർക്കിളിക്കുള്ളി എടുത്തിട്ട് ബാക്കിൽ കുത്തിയിട്ട് തെർമോക്കോളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി അത് കുലുക്കി മറിച്ചാലും ഇളകൂല ഗൈസ്. ഞാൻ അത്ര ഉറപ്പിൽ വെച്ച് കൊടുത്തിന്.
അപ്പോൾ ഫ്ലവറിൻ്റെ കാര്യം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ പരിപാടി റിംഗ് ആൽബം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹോൾ ചെയ്യുന്ന സാധനം ഇല്ലയെന്ന്. പക്ഷെ എൻ്റെ ട്രിക്സ് ഉണ്ട്. ഞാനാരാ മോള്, ഞാൻ പപ്പടം കുത്തി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഗായ്സ്. ഞാൻ ഇതുകൊണ്ടാണ് ഹോളാക്കാൻ പോകുന്നത്. എനിക്കറിയില്ല എന്താവും ഇത് ഹോളാക്കി കഴിയുമെന്ന്. പക്ഷേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നീറ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പപ്പടം കുത്തിയോണ്ട് ഞാൻ തുളക്കുമല്ലേ ചെയ്യുന്നത്. എന്നാലും അത്ര വൃത്തിയോടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. നല്ല രസമെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിന് കണക്കായിട്ട് അളവെടുത്ത് ആ ഫോട്ടോ മൊത്തം ഈ പപ്പടം കുത്തിയോണ്ട് ഹോളാക്കിയെടുത്ത് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നില്ല ഇവള് ഭയങ്കര സംഭവമാണെന്ന്? അതെ ഗൈസ്, ഞാൻ ഭയങ്കര സംഭവമാണ്. എനിക്ക് ഐഡിയാസ് എഴുതെങ്കിലും എല്ലാം ആയിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ എന്നെ പോലെ സ്വയം പുകഴ്ത്താൻ ഒരു കഴിവെല്ലാം വേണം കേട്ടോ. അപ്പം ഇത് നമ്മളെ തോളയാക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്ര വലിയ ബോറൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, എനിക്ക് അത്ര വലിയ ബോറൊന്നും തോന്നിയിട്ടില്ല. പപ്പടം കുത്തീനെ കൊണ്ട് കുത്തിയതാണെന്നൊന്നും തോന്നുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ റിംഗ് ആൽബം ഞാനങ്ങനെ തുളച്ച് ഇതാ ഞാൻ ആ റിങ്ങലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടായി വെക്കണം. ഞാൻ ചോക്ലേറ്റ് ആയിട്ട് കിറ്റ്കാറ്റാണ് വാങ്ങിയത്. എനിക്ക് ഇഷ്ടപ്പെട്ട മുട്ടായാണ് കിറ്റ്കാറ്റും പിന്നെ സ്നിക്കേഴ്സും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ഞാൻ ഡെമോന് ഇങ്ങനെ കിറ്റ്കാറ്റ് ഇങ്ങനെ 6 വാങ്ങിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിന്. പിന്നെ ആ ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് ഞാൻ റിംഗ് ആൽബമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഹാമ്പറിൻ്റെ ഏകദേശം ഒരു ലുക്ക് വരുന്നത്. ഇനി ലൈറ്റും കൂടി വെച്ച് കുറച്ച് ആർഭാട് അലങ്കാരമാക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ ഒരു ലുക്ക് വരുന്നത്. പിന്നെ ഇതാണ് ടിങ്കുവും പിങ്കിൻ്റെ ഹസ്ബൻഡും, എൻ്റെ ഏച്ചിമാരും പിന്നെ ഏച്ചിൻ്റെ ഹസ്ബൻഡ് ഇതാണ്. അപ്പോൾ അവരെ കുറച്ച് ഫോട്ടോസെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. കല്യാണത്തിൻ്റെ ഫോട്ടോസും പിന്നെ അങ്ങനെ അവർക്ക് കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള ഫോട്ടോസ് ഇല്ലേ, അങ്ങനെ കുറച്ച് ഫോട്ടോസെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം പറയണോ? നിങ്ങൾക്ക് ഈ ആൽബം കണ്ടിട്ട് ഞാൻ പപ്പടം കുത്തിയിട്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും തോന്നുന്നില്ലല്ലോ? ഇല്ല, നല്ല ലുക്കുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സത്യസന്ധമായിട്ടൊരു മറുപടി പറയണം കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിറ്റ്കാറ്റിനെ വെറുതെ അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. കാരണം 2 കുലുങ്ങലിന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് പോകും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഫെവിക്ക് ഒട്ടിച്ചിട്ടാണ് ഞാൻ കിറ്റ്കാറ്റ് വെക്കുന്നത്. അനങ്ങരുത്, നിന്നെടുത്ത് അനങ്ങരുത്. അവരത് എടുക്കണമെങ്കിൽ പോലും പറിച്ചെടുക്കണം. ആ രീതിയിലാണ് കഴിച്ച് ഞാൻ അതിനെ പറ്റിച്ച് വെക്കുന്നത്. അപ്പോൾ കുറേ ഫെവിക്ക് ഇങ്ങനെ വാരി വലിച്ച് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ഒട്ടിച്ചത്. അവർ കുറച്ച് കഷ്ടപ്പെടട്ടെ ആ മുട്ടായി എടുത്ത് തിന്നാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ആർഭാട അലങ്കാരത്തിലേക്ക് പോവാം. നമുക്ക് ലൈറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഈ സെലോ ടാപ്പിൻ്റെ അറ്റം കാണാണ്ടായില്ല. അത് തപ്പിപ്പിടിക്കാനാണ് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള പണി. എത്ര തോണ്ടിയാലും പണ്ടാരം കിട്ടൂല. അങ്ങനെ ഒരുവിധം ഞാൻ തോണ്ടിയെടുത്തിട്ട് ഒട്ടിക്കൽ തുടങ്ങിനി. ലൈറ്റ് ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. എനിക്ക് ആദ്യം കുറച്ച് ഓവറായിട്ട് തോന്നിയെങ്കിലും പിന്നെ ലൈറ്റെല്ലാം കത്തിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. സെലോ ടാപ്പ് ഒട്ടിച്ചത് നേരിയ രീതിയിലാണെങ്കിലും ചെറുങ്ങനാടിയുടെ എല്ലാം അത് തിരിയുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാനങ്ങനെ ഇൻവിസിബിൾ ആയിട്ടുള്ള സെലോ ടാപ്പാണ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ അതും ഏകദേശം ഇങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുന്നത്. ഞാനിതെപ്പോൾ തുടങ്ങിയ പരിപാടിയാണെന്നറിയോ ഗൈസ്? രാവിലെ 10:30 ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയി. അങ്ങനെ ഡ്രസ്സ് എടുത്ത് സാധനം വാങ്ങി തിരിച്ച് വന്ന് ചടപടാന്നാക്കി 3 മണിയാകുമ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആക്കി എടുത്തിന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ കൂടി സെറ്റാക്കി കൊടുക്കാനുണ്ട്. ഞാൻ മുകളിലും അവരെ ഒരു ഫോട്ടോ വെച്ച് ജസ്റ്റ് ഇതേപോലെ ഒരു ബോ കെട്ടി കൊടുക്കുകയാണ് ചെയ്തത്. നേരത്തെ വാങ്ങിയ ഒരു റെഡ് റിബൺ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെ കൊണ്ട്. പിന്നെ ഹാപ്പി ആനിവേഴ്സറി എന്നുള്ള ഒരു ടോപ്പറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. അത് ഏത് തറ്റത്ത് ഒട്ടിക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. ലാസ്റ്റ് ഞാനൊരു തറ്റം തീരുമാനിച്ചെടുത്ത് അങ്ങനെ അത് ഒട്ടിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ വൈ എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു വന്നു ഗൈസ്. എൻ്റെ ഒരു ഗതികേട് നോക്കണേ. അങ്ങനെ ഞാൻ ആ വൈനെ ഉള്ള പോലെ തന്നെ അതുപോലെ ആ സൈഡിൽ ഒട്ടിച്ച് വെച്ച് കൊടുത്ത്. അപ്പോൾ നമ്മളെ സംഭവം തീർന്ന് വൈയും കൂടി ഒട്ടിച്ചപ്പോൾ ഹാപ്പി ആനിവേഴ്സറിയും സംഭവങ്ങളും എല്ലാം സെറ്റായി. ഇനി കുറച്ച് ഫോട്ടോസും കൂടി എടുക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കി ഈ സംഭവം ഇനി എന്തെങ്കിലും മാറ്റണമെന്നെല്ലാം. ആ ഒരു ലൈറ്റിൻ്റെ ബാറ്ററി ഞാൻ ഇതുപോലെ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിന്. എന്നിട്ട് ഞാൻ അവരോട് വിളിച്ചു പറയുകയാണ് ചെയ്തത്, ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ ഓണാക്കണമെന്ന്. ഇവിടുന്നേ ഓണാക്കിയിട്ടാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ആടെത്തുമ്പോഴേക്ക് ബാറ്ററി തീർന്നിട്ടെല്ലാം കെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫാക്കിയിട്ട് ഇതുപോലെ കെട്ടിയിട്ടാണ് കൊടുത്തയച്ചത്. അപ്പോൾ നമ്മൾ ആനിവേഴ്സറീൻ്റെ ഹാമ്പറിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ലുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനോ ഇല്ലയോ എന്നല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എൻ്റെ മിതമായ അറിവിൽ വെച്ചിട്ട് ഞാൻ ആക്കിയതാണ്. എനിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് ഞാനാകെ ക്ഷീണിച്ചു പോയി ഗൈസ്. ഇതെത്ര സമയമായി തുടങ്ങിയിട്ട് ടയേർഡായി പോയി ഞാൻ. ഇനി ഫോട്ടോ എടുക്കാനും കൂടിയുണ്ട്. ഫോട്ടോ എടുക്കണമല്ലോ, റീൽസ് എല്ലാം ഇടണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഫോട്ടോ എടുക്കാൻ എവിടെ വെക്കണം, എങ്ങനെ വെക്കണം എന്ന് തിരിയുന്നില്ല, എന്തിൽ വെക്കണം എന്ന് തിരിയുന്നില്ല. അപ്പോൾ ഞാൻ വാവേൻ്റെ ഒരു ടർക്കി ഉണ്ടായിന്. ആ ടർക്കീൻ്റെ മുകളിൽ ഷെൽഫിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ടാണ് എടുക്കുന്നത്. ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ലുക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് എടുത്തത്. ഇപ്പം അവർ പോലും ഇപ്പായിരിക്കും കാണുന്നുണ്ടാവുക ഞാൻ ഇതുപോലെ ടർക്കിയെല്ലാം വെച്ചിട്ടാണ് എടുത്തത്. പക്ഷേങ്കിൽ ഒരു ടോട്ടൽ ഔട്ട്ലുക്ക് നല്ല രസമുണ്ടായിരുന്നു വീഡിയോ ആയാലും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കുറേ ഫോട്ടോസും
വീഡിയോസും എല്ലാം എടുത്ത് ചേച്ചിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്നാലും ഒരു പേടി ഉണ്ടായിരുന്നു, ഇത് ആടെ എത്തുമ്പോൾ ഇതുപോലെ ഇല്ലെങ്കിലോ. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഫോട്ടോസ് എല്ലാം എടുത്ത് വെച്ചിന്, കാരണം അവർക്ക് കാണിച്ചു കൊടുക്കണമല്ലോ ഇങ്ങനെയാണ് ആക്കിയത് എന്ന്. അപ്പം അങ്ങനെ അതെല്ലാം എടുത്ത് ഏകദേശം ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ഇത് പാക്ക് ചെയ്ത് കൊടുത്തേക്കലാണ്. ഞാൻ ഇതുപോലെ ന്യൂസ് പേപ്പറിലാണ് പാക്ക് ചെയ്തത്. ഞാൻ അതിൻ്റെ ഗിഫ്റ്റ് പേപ്പറൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല, എൻ്റെ ഓർമ്മയിൽ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ടിങ്കു പറഞ്ഞ് കുഴപ്പമില്ല, നീ ഇതുപോലെ ന്യൂസ് പേപ്പറിൽ റാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ ന്യൂസ് പേപ്പറിൽ റാപ്പ് ചെയ്ത്, അതും ഒരു ന്യൂസ് പേപ്പർ അല്ല ഗൈസ്, ആടെയും ഞാൻ അവർക്ക് 4-5 ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞാണ് കൊടുത്തയച്ചത്. അവർക്ക് മടുക്കണോ ഇത് ഓപ്പൺ ആക്കുമ്പോൾ തുറന്ന് സംഭവം കയ്യിൽ കിട്ടി. ഏച്ചിക്കുമായിട്ടിനും ഭയങ്കര ഇഷ്ടമായിരുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞു. അവരുടെ അടുത്ത് കുറേ താങ്ക് യു ഉമ്മയെല്ലാം തന്ന്. ടിങ്കുനും ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ വീട്ടിലുള്ളവർക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, നല്ല വൃത്തിക്ക് ചെയ്തിരുന്നു എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു. അതാണ് ഗൈസ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയത്. കാരണം നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതെല്ലാവരും നല്ലതുണ്ടെന്ന് പറയുമ്പോൾ അല്ലേ നമുക്കും നമ്മൾ ചെയ്തതിനുള്ള റിസൾട്ട് അതാണല്ലോ. അപ്പോൾ അവരും ഹാപ്പി, ഞാനും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഹാമ്പർ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഞാനിതുള്ള റാപ്പ് ചെയ്തിട്ട് ആർട്ട് സ്പോട്ടിൻ്റെ കവറിലിട്ടിട്ട് എന്തോ അവാർഡ് കിട്ടിയ പോലെ പുഞ്ചിരിച്ച് ഞാൻ അതും പിടിച്ച് നിന്ന് ഏട്ടന് കൊടുത്തപ്പോൾ ഏട്ടനും അതേ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ അങ്ങനെ സംഭവം കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കേടാ ഗൈസ്, ടാറ്റ, ബൈ ബൈ.